കേരളത്തെയാകെ നടുക്കിയ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇന്ന് വിരൽ ചൂണ്ടുന്നത്. തിരുവാങ്കുളം മാമല സ്വദേശിനിയായ 16-കാരി ആദിത്യയുടെ മരണം കേവലം ഒരു ആത്മഹത്യയല്ല, മറിച്ച് ഡിജിറ്റൽ ലോകം നമ്മുടെ മക്കൾക്ക് ചുറ്റും നെയ്യുന്ന അപകടകരമായ വലക്കണ്ണികളുടെ ഭയാനകമായ തെളിവാണ്. സ്കൂളിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ആ +1-കാരി എന്തിനാണ് ആ പാറമടയിൽ വെള്ളക്കെട്ടിൽ സ്വന്തം ജീവിതം അവസാനിപ്പിച്ചത്? അവൾ എഴുതി വെച്ച കുറിപ്പിൽ പറയുന്ന ആ കൊറിയൻ യുവാവ് ആരാണ്? ജനുവരി 19-നായിരുന്നു ആദിത്യ സൂചിപ്പിക്കുന്ന ആ മരണം നടന്നത്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരു കൊറിയൻ യുവാവ് മരിച്ചെന്ന വാർത്തയിൽ മനം നൊന്താണ് താൻ പോകുന്നതെന്ന് അവൾ കുറിച്ചു. പതിവ് പോലെ യൂണിഫോം ധരിച്ച് ഉച്ചഭക്ഷണവും കരുതി സ്കൂളിലേക്ക് പോയ കുട്ടി എത്തിയത് മരണത്തിലേക്കായിരുന്നു. പാറമടയുടെ കരയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ട സ്കൂൾ ബാഗാണ് നാട്ടുകാരിൽ സംശയമുണ്ടാക്കിയത്. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് ആദിത്യയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ചോറ്റാനിക്കര പോലീസിനെ പോലും കുഴപ്പിക്കുന്നതായിരുന്നു ആത്മഹത്യാക്കുറിപ്പിലെ വെളിപ്പെടുത്തലുകൾ. ഈ മരണത്തിന് പിന്നിൽ പല ചോദ്യങ്ങളും ബാക്കിയായിട്ടുണ്ട്. ആദിത്യ പറഞ്ഞ ഈ കൊറിയൻ യുവാവ് യഥാർത്ഥത്തിലുണ്ടോ, അതോ എന്തെങ്കിലും വ്യാജ അക്കൗണ്ടിന് പിന്നിൽ ഒളിച്ചിരുന്ന് മറ്റാരെങ്കിലും കുട്ടിയെ ചതിച്ചതാണോ? ഇന്റർനെറ്റിലെ ഫേക്ക് പ്രൊഫൈലുകൾ വഴി കുട്ടികളെ വൈകാരികമായി തളച്ചിടുന്ന രീതി ഇന്ന് വ്യാപകമാണ്. ആദിത്യയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിലൂടെ മാത്രമേ ഇതിന് പിന്നിലുള്ള ചതിക്കുഴികൾ പുറത്തുവരൂ. കൊറിയൻ പോപ്പ് സംസ്കാരത്തോടുള്ള അമിതമായ ആരാധന കുട്ടികളെ യാഥാർത്ഥ്യബോധമില്ലാത്ത ഒരു സാങ്കല്പിക ലോകത്തിലേക്ക് നയിക്കുന്നുണ്ടോ എന്നതും ഗൗരവമായി കാണേണ്ടതുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് പ്രായപരിധി നിശ്ചയിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്. ഓസ്ട്രേലിയയിൽ 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കുവാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. സമാനമായ രീതിയിൽ ഗോവയും അത്തരമൊരു ചിന്തയിലേക്ക് നീങ്ങുകയാണ്. കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെ സാമൂഹിക മാധ്യമങ്ങൾ എങ്ങനെ തകർക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് തിരുവാങ്കുളം മാമല സ്വദേശിനിയായ 16-കാരി ആദിത്യയുടെ മരണം. വെർച്വൽ ലോകത്തെ ബന്ധങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്ന കൗമാരപ്രായം ഇത് അത്യന്തം അപകടകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ മൊബൈൽ ഫോണിൽ ആരുമായാണ് സംസാരിക്കുന്നത്, അവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ആദിത്യയുടെ മാതാപിതാക്കൾ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല തങ്ങളുടെ ഏകമകൾ ഇങ്ങനെയൊരു തീരുമാനമെടുക്കുമെന്ന്. കുട്ടികൾ ഒറ്റപ്പെട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക, അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. ഡിജിറ്റൽ ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ച് അവർക്ക് കൃത്യമായ അവബോധം നൽകുവാൻ നമുക്ക് കഴിയണം. ആദിത്യ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇനിയൊരു കുഞ്ഞും ഇൻസ്റ്റാഗ്രാമിലെ മായക്കാഴ്ചകളിൽപ്പെട്ട് ഇല്ലാതാക്കരുത്. സാങ്കേതികവിദ്യ വളരുമ്പോൾ നമ്മുടെ ജാഗ്രതയും വളരേണ്ടതുണ്ട്. പോലീസിന്റെ ശാസ്ത്രീയ അന്വേഷണം സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.